ആദ്യം 5 പിന്നീടത് പതുക്കെ പതുക്കെ കയറി 10 ഏറ്റവും ഒടുവിൽ 11 എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഏറ്റവും അടുത്ത കാലത്ത് നടന്ന യുദ്ധം, ആ യുദ്ധം 2 ദിവസമാണ് നീണ്ടുനിന്നത്. ആ 2 ദിവസത്തിനിടയിൽ 11 എയർക്രാഫ്റ്റുകൾ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ വീണു എന്നാണ് ഏറ്റവും ഒടുവിലായി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. എത്ര വിമാനങ്ങൾ വീണു എന്നതിനേക്കാൾ അപ്പുറം എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു 10, 50, 60 തവണയെങ്കിലും പല വേദികളിൽ, പലതും അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് താനാണ് അത് നിർത്തിയത്, താൻ ഇടപെട്ടത് കൊണ്ടാണ് അത് അവസാനിപ്പിച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, 200% തീരുവ നിങ്ങളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തും, അതുകൊണ്ട് ഉടനെ യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ മോദി എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയും പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് യുദ്ധം നിർത്തി എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനോട് ഇന്ത്യയുടെ പ്രതികരണം എന്താണ്? ഇന്ത്യ അതിനെ സംബന്ധിച്ചൊന്നും പ്രതികരിക്കുന്നേയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അക്കാര്യത്തിൽ താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഇങ്ങനെയൊരു വർത്തമാനമേ പുള്ളി കേട്ടിട്ടില്ലാത്ത തരത്തിൽ നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ മൗന വാൽമീകത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം. പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതി, ഭീകരവാദികൾ നടത്തിയ നിഷ്ഠൂരമായ ആ പ്രവൃത്തിക്ക് മറുപടി എന്നുള്ള നിലയിലാണ്. ആ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ടാണ്, ആ ഭീകര താവളങ്ങൾ തകർക്കണം എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇന്ത്യ യുദ്ധത്തിലേർപ്പെട്ടത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ടതുപോലെ യുദ്ധം അവസാനിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും നാം ഒക്കെ അജ്ഞരാണ്. ഇന്ത്യയിലെ ഭരണകൂടം അതിനെ സംബന്ധിച്ച് കൃത്യമായ വിശ്വാസയോഗ്യമായ ഒരു വിവരം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടാതെ പോയതിൻ്റെ കെറുവാകാം ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ട്, ലക്ഷോപലക്ഷം ആളുകളുടെ ജീവൻ രക്ഷിച്ചു അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അവർ വാഴ്ത്തിപ്പാടുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചൈനീസ് ആയുധങ്ങളുടെ പരീക്ഷണ വേദിയായി മാറിയ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യക്ക് എത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലോ ഇന്ത്യയിലെ മാധ്യമങ്ങളിലോ ഇന്ത്യയിലെ ജനങ്ങളോടോ നമ്മുടെ ഭരണകൂടം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് അവിടെ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആ വിഷയത്തിൽ ആവർത്തിച്ച് ഇന്ത്യ പാക് യുദ്ധത്തെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ മുമ്പും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പാകിസ്ഥാനുമായി പലവട്ടം യുദ്ധം ചെയ്തിട്ടുണ്ട്, ചൈനയുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ യുദ്ധത്തിന് ശേഷം എന്താണ് യുദ്ധത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റും ഒക്കെ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ യുദ്ധം 2 ദിവസത്തെ എന്തിനാണ് തുടങ്ങിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന, എന്തിനാണ് അത് അവസാനിപ്പിച്ചത്, എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇരുട്ടിൽ തപ്പുന്ന ആ യുദ്ധം, ഏറ്റവും ഒടുവിലത്തെ യുദ്ധം എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്ന നിലയിലേക്ക് പോയത് എന്ന് നമ്മൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചൈനീസ് ആയുധങ്ങളുടെ പരീക്ഷണ വേദിയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ യുദ്ധമെന്ന്. മുമ്പ് ഇന്ത്യ സമാഹരിച്ച ആയുധങ്ങളിൽ ഏതൊക്കെ ആയുധങ്ങൾ ആ യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇക്കാലത്തെ യുദ്ധങ്ങളിൽ പോലും പഴയകാലത്തെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നില്ല. കാലാൾപ്പടയുടെ മുന്നേറ്റം കാണുന്നില്ല, പാറ്റൺ ടാങ്കുകളുടെ മുന്നേറ്റം കാണുന്നില്ല. പഴയകാല യുദ്ധക്രമങ്ങളും യുദ്ധോപകരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സൈനിക വിന്യാസങ്ങളും ഒന്നും ഇക്കാലത്തെ യുദ്ധങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ യുദ്ധത്തിന് ഇന്ത്യ സജ്ജമാകാതിരുന്നതാണോ
ഇത്തരത്തിൽ വിമാനങ്ങൾ വീഴുന്നതിന് കാരണമായത് എന്നും നമുക്കറിയില്ല. ഇനി വീണ വിമാനങ്ങൾ 11 എണ്ണവും ഇന്ത്യയുടേതാണോ എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. രണ്ടു കൂട്ടരുടേതുമായി 11 എണ്ണം, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചേർത്ത് 11 യുദ്ധവിമാനങ്ങൾ വീണു എന്നാണോ ട്രംപ് ഉദ്ദേശിച്ചത് എന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ 11 വിമാനങ്ങൾ, വിലപിടിപ്പുള്ള 11 വിമാനങ്ങൾ വീണു എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇന്ത്യൻ സേന അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.